പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഷർട്ട് ബോക്സിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്, ബദാം ചോക്ലേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് കൂളാവാൻ വെച്ചപ്പോഴേക്കും ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്ത് കൂളാകുന്ന സമയം കൊണ്ട് തന്നെ ബോക്സ് സെറ്റ് ചെയ്തെടുക്കണം. ബോക്സ് നമ്മൾ റെഡ് കളറിലുള്ള ട്രാൻസ്പെറൻറ്റ് ലിഡ് വന്നിട്ടുള്ള ബോക്സായിരുന്നു എടുത്തിട്ടുള്ളത്. സെയിം കളറിൽ വരുന്ന ഒരു ഫ്ലവർ, പിയോണി ഫ്ലവറിൻ്റെ പഞ്ചും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്ലവേഴ്സ് നമ്മൾ ലിഡിൻ്റെ മേലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ പേപ്പർ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 3 ഫ്ലവേഴ്സായിരുന്നു നമ്മൾ ഇനീഷ്യലി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അത് 4 എണ്ണമാക്കി മാറ്റാണ് ചെയ്തിട്ടുള്ളത്. എടുത്തിട്ടുള്ള ലീവ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് സിംഗിൾ പീസസ് ആക്കിയാണ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ ഫ്ലവർ മേക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ സ്കിപ്പാക്കിയിട്ടുണ്ട്. കാരണം ഞാനൊരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു വീഡിയോ ഷൂട്ടാക്കാനുള്ള ഒരു ഇതെനിക്കെന്തോ അപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ബ്രൗൺ പേപ്പറിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിഡിൽ എവിടെയാണോ വേണ്ടതെന്നനുസരിച്ചാണ് നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മളെ കയ്യിൽ സെറ്റ് ചെയ്തുള്ളത്, കാരണം നേരെ അതിന്മേൽ നമ്മൾ ചെയ്യല്ലല്ലോ ചെയ്യുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെഡ് കളറുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ വാലറ്റും കൂടി അവരുടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോ വാലറ്റ് എന്ന് പറയുന്നത്. കൂടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ബർഗണ്ടി ഷെയ്ഡിലുള്ള ഷർട്ട് തന്നെ വേണമെന്നായിരുന്നു. അത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു റിബൺ വെച്ചിട്ട് ടൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഷർട്ടും ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത സമയം കൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റും ബദാം ചോക്ലേറ്റും സെറ്റായി വന്നിട്ടുണ്ട്. അതൊരു ചോക്ലേറ്റ് വാപ്പർ കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ രണ്ട് പ്രിൻ്റ് അതിന്മേൽ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറിയൊരു കോട്ട് ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റും. ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ സെയിലാക്കുന്നത് കോംബോ ആയിട്ട്, അതായത് 2 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ സെയിലാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് വേണ്ടതെന്നൊക്കെ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളൊരു കംപ്ലീറ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വെച്ചിട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഷർട്ട് ബർഗണ്ടി ഷെയ്ഡിലുള്ളതാണ്. ബാക്കിയൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കുകയായിരുന്നു. കസ്റ്റമറിൻ്റെ ഇതാർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവർ ഈ ഒരു ഷർട്ട് ബോക്സ് കാണുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി ആയിരിക്കണമെന്ന് അത് മാത്രമാണ് കണ്ടീഷൻ വെച്ചിട്ടുണ്ടായത്. ഈ ഒരു ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 5:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫൈനൽ ലുക്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം കളർ കോംബോയും എല്ലാം ഒരു അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് ഹാമ്പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.